എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35-ഉം 36-ഉം വാക്യങ്ങൾ. മത്തായി 9-ന്റെ 35, 36 വാക്യങ്ങൾ. യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. യേശു രാജാവ് എന്ന നിലയിൽ ഗ്രാമം തോറും പട്ടണം തോറും സഞ്ചരിച്ചു. രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തു. വിടുതലിൻ്റെ ഒരു പരമ്പര തന്നെ 9-ാം അധ്യായത്തിലുണ്ട്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ധാരാളം ദീനക്കാരെയും വ്യാധിയുള്ളവരെയും ഒക്കെ സൗഖ്യമാക്കി എന്ന് കാണുന്നു. പേരെടുത്തു പറയാതെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വിടുതൽ പ്രാപിച്ച ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. കർത്താവ് വലിയ പട്ടണങ്ങൾ മാത്രമല്ല, ഗ്രാമങ്ങളും സന്ദർശിച്ചു. കൂട്ടത്തോടും വ്യക്തികളോടും സുവിശേഷം അറിയിച്ചു. ലോകം നിസാരന്മാരായി പരിഗണിക്കുന്നവരെ യേശു വലിയവരായി കണ്ടു. ധനികരും ദരിദ്രരും അവനിൽ കണ്ടുമുട്ടി. പട്ടണവാസികളും ഗ്രാമീണരും വലിയവരും ചെറിയവരും അവനിൽ അഭയം കണ്ടെത്തി. അവരുടെ ഓരോരുത്തരുടെയും സകല പ്രശ്നങ്ങൾക്കും അവനിൽ പരിഹാരമുണ്ടായി. അടുത്തത്, അവൻ പുരുഷാരത്തെ കണ്ടിട്ട് അവരെ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ കുഴഞ്ഞവരായി ചിന്നിയവരായി കണ്ട് മനസ്സലിഞ്ഞു. ദൈവം ഇസ്രായേലിൻ്റെ ഇടയനാണ്. ഇസ്രായേലിനെ ദൈവത്തിൻ്റെ മനോഹരമായ കൂട്ടമെന്നും വിശുദ്ധ ആട്ടിൻ കൂട്ടമെന്നും ഒക്കെ പ്രവാചകന്മാർ പറയുന്നുണ്ട്. തൻ്റെ മേച്ചിൽപ്പുറത്തുള്ള ആടുകളുടെ ഇടയനായ ദൈവമാണ് ക്രിസ്തു. അവൻ യഹോവ. എന്നാൽ ആട്ടിൻകൂട്ടം അവൻ്റെ അടുക്കൽ ചെല്ലുന്നില്ല. തൻ്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി താല്പര്യപ്പെടുകയും ആടുകളെ ചിതറാനായി വിട്ടുകളയും ചെയ്യുന്ന ഇടയന്മാരാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ അവരോടാണ് ഈ ആടുകൾക്ക് താല്പര്യം കൂടുതൽ. എന്നാൽ അവനെ അംഗീകരിക്കുന്ന ഒരു വിശ്വാസ ശേഷിപ്പുണ്ട്. തങ്ങളുടെ മേൽ കർത്തവ്യം നടത്തുന്ന ഇടയന്മാരാൽ അവർ പീഡിപ്പിക്കപ്പെടുന്നു. അതിനാൽ അവർ കൊലക്കളത്തിലേക്ക് നടത്തപ്പെടുന്ന അരിഷ്ടതയേറിയവരാണ്. ജാതിപരമായ അവരുടെ തിരസ്കരണത്തിന് ശേഷം യേശു യഹൂദ ജാതിയിൽ നിന്ന് വിശ്വസ്തരായ ചിലരെ പുറജാതിയിൽ നിന്നുമുള്ള വിശ്വാസികളോടൊപ്പം പുറത്തു കൊണ്ടുവരും. എന്നാൽ വലിയ ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി തകർക്കപ്പെട്ടവനാണ്. അതാണ് നമ്മുടെ രക്ഷകനായ കർത്താവ്. ആ ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയും കൃപയും അടിയങ്ങൾക്ക് പകരണമേ. ദൈവസന്നിധിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മിശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.